ഇന്നലെ ചില സ്ഥലങ്ങളിലൊക്കെ മഴയൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതേസമയം പലയിടത്തും നല്ല ചുട്ടുപൊള്ളുന്ന വെയിലായിരുന്നു. ഇനി മഴയും വെയിലൊക്കെ ഒരുമിച്ച് വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പണ്ട് ഈ ചെറുപ്പത്തിലൊക്കെ ഞാനൊക്കെ ഈ മഴയും വെയിലൊക്കെ ഒരുമിച്ച് വരുമ്പോൾ പറയുന്നൊരു സംഭവമാണ് കുറുക്കൻ്റെ കല്യാണമാണെന്ന്. ഇപ്പോൾ പലരും ചെറിയ കുട്ടികളൊക്കെ ഇപ്പോഴും അത് പറഞ്ഞ് നടക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും മാറാവുന്ന ഒന്നാണ് ഈ കാലാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ ഏതൊക്കെ സാഹചര്യം വന്നാലും കാലാവസ്ഥ എങ്ങനെയൊക്കെ മാറിയാലും അതിനെല്ലാം പ്രതിരോധിക്കാനുള്ള മുൻകരുതലുകളും നിർദ്ദേശങ്ങളെല്ലാം തന്നെ നമ്മൾ സ്ഥിരം പ്രേക്ഷകർക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൃത്യമായി അനുസരിക്കുക, സുരക്ഷിതരായിരിക്കുക. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ വിശേഷങ്ങൾ നമുക്കറിയണം. പതിവ് പോലെ നമുക്ക് മാപ്പ് പരിശോധിക്കാം. ഇന്ന് നമ്മുടെ മാപ്പ് നോക്കുമ്പോൾ ഇന്നലത്തെ പോലെ തന്നെ കേരളത്തിൻ്റെ മാപ്പ് മുഴുവൻ പച്ചയിലാണ്. അതായത് ഇന്നും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും നേരിയ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥ വകുപ്പ് പ്രവചിക്കുന്നത്. ഇടിയോട് കൂടിയിട്ടുള്ള മഴയാണ് പ്രവചനം. അപ്പോൾ ഈ ഇടിമിന്നലിനെ പ്രതിരോധിക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ നമുക്കിപ്പോൾ അറിയാം അല്ലേ. മുൻകരുതലുകളൊക്കെ സ്വീകരിക്കുക, സുരക്ഷിതരായിരിക്കുക. ഇനിയുള്ളത് ഒരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പാണ്. വേറെ ആർക്കുമല്ല, നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്കാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പുണ്ട്. അടുത്തതായി ഇനി എവിടെയൊക്കെയാണ് ഉയർന്ന ചൂടെന്ന് നമുക്ക് പരിശോധിക്കാം. പാലക്കാട് ജില്ലയിലാണ് നിലവിൽ ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തുന്നത്. 37 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് നിലവിൽ പാലക്കാട്. തൊട്ടു പിന്നാലെ അടുത്തത് കണ്ണൂർ ജില്ലയാണ്. 36 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് കണ്ണൂരിൽ. ഈ മഴ മാത്രമല്ല, സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പൊക്കെ ഉണ്ട്. അതായത് ഈ മഴ നമുക്ക് നേരിയൊരു ആശ്വാസമൊക്കെ തന്നെയാണ്. പക്ഷേ ഈ മഴ കഴിഞ്ഞാൽ വീണ്ടും ഈ ചൂട് ഉയരാനുള്ള സാധ്യതയാണുള്ളത്. അപ്പം അങ്ങനെ ഒരു മുന്നറിയിപ്പാണ് ഇനി അടുത്തത്. തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിൽ 38 ഡിഗ്രി വരെ താപനില ഉയരും. കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, കോട്ടയം, മലപ്പുറം, കാസർഗോഡ് എന്നിവിടങ്ങളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാനുള്ള സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. അതായത് സാധാരണ താപനിലയിലേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതലാണിത്. അപ്പോൾ സംസ്ഥാനത്ത് ഈ ഉയർന്ന താപനില റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്. അതൊന്ന് നോക്കാം. നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക. അതായത് രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള വെയിൽ കൊള്ളാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. അടുത്തായി വെള്ളം കുടിക്കുക. നന്നായി വെള്ളം കുടിക്കണം. ദാഹം ഇല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക. ഈ ORS ലായനി, സംഭാരം അതൊക്കെ കൂടുതൽ കുടിക്കുന്നത് നന്നായിരിക്കും. പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക. കുടയോ തൊപ്പിയോ ഉപയോഗിക്കുക. ഈ ചൂട് കൂടുതലുള്ള ഈ ഒരു സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് ഈ വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേകം ജാഗ്രത പാലിക്കണം. അതായത് ഈ കാട്ടുതീ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കണം. വനംവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക തന്നെ വേണം. പിന്നെ അടുത്തത് നമ്മുടെ വിദ്യാർത്ഥികളുടെ കാര്യമാണ്. ഇപ്പോൾ അവർ പരീക്ഷാ ചൂടിലാണ്. അതിൻ്റെ കൂടെ ഈ ചുട്ടുപൊള്ളുന്ന വെയിലൊക്കെ ആകുമ്പോൾ അവരുടെ കാര്യത്തിൽ നമ്മുടെ രക്ഷിതാക്കളും അധികൃതരൊക്കെ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ്. ഈ കുട്ടികൾക്ക് കൂടുതൽ വെയിലേൽക്കുന്ന അസംബ്ലികളും മറ്റു പരിപാടികളും ഒഴിവാക്കണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കേണ്ടതും ക്ലാസ് മുറികളിൽ വായുസഞ്ചാരം ഉറപ്പാക്കേണ്ടതുമാണ്. ഈ പരീക്ഷാകാലം ആയതുകൊണ്ട് തന്നെ ഈ പരീക്ഷാ ഹാളുകളിൽ ജലലഭ്യത ഉറപ്പാക്കണം. ഈ നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി എല്ലാവരും പാലിക്കുക. മുൻകരുതലുകളെല്ലാം സ്വീകരിക്കുക. സുരക്ഷിതരായിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാലാവസ്ഥ വിശേഷങ്ങൾ.